ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ആളുകൾ എന്തുകൊണ്ട് റിച്ച് ആവുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ റിച്ച് സ്റ്റേസ് റിച്ച്, പുവർ സ്റ്റേസ് പുവർ എന്ന്? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്റ്റെക്കായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. എന്തിൽ സ്റ്റെക്കായി? ഒരു സിസ്റ്റത്തിൽ സ്റ്റെക്കായി എന്നുള്ളതാണ്. ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കയറാൻ പറ്റും. അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെ എപ്പോൾ ക്രിയേറ്റ് ആക്കി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഈ സിസ്റ്റം ക്രിയേറ്റ് ആക്കിയത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഒരു നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സിസ്റ്റമാറ്റിക്കലി പോകുമെന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം ആയിരിക്കും. ആ ഒരു സിസ്റ്റം അന്നത്തെ കാലത്തിന് വേണ്ടി ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു സിസ്റ്റം എന്താണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, ടെക്നോളജി മാറി, നമ്മളെല്ലാം മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാറി, നമ്മുടെ നോട്ട്സ് വരെ മാറി. ആ ഒരു സമയത്ത് ആ ഒരു പണ്ടത്തെ ഇതൊന്നുമല്ലായിരുന്നൊരു സമയത്തുള്ളൊരു സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആളുകൾ. നമ്മൾ ജസ്റ്റ് അതിൽ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ ഒരു ലൈഫ് തന്നെ നോക്കിയാൽ മതി. അവർ ജോലിക്ക് പോകുന്നു, ഫസ്റ്റ് വീക്കിന് ഒരു തുടക്കത്തിൽ നമുക്ക് സാലറി കിട്ടുന്നു. 90% മിഡിൽ ക്ലാസ് ആളുകൾക്കും സാലറി പോകുന്നത് അറ്റ്ലീസ്റ്റ് 50-60%, ചിലപ്പോൾ 20,000 രൂപയ്ക്കും സാലറി, 15,000 വരെ EMI അടിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കി എക്സ്പെൻസിലായിട്ട് പോകുന്നു. പിന്നെ ആ ഒരു മാസം ഫുൾ കടം വാങ്ങിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരു ഒറ്റ പൈസ ഇല്ലാതെ എന്താണ് ആവാണ്. പിന്നത്തെ 20 ദിവസം എന്ത് ചെയ്യണം, തള്ളി നീക്കണം. അതിന് പിന്നെയും എന്ത് ചെയ്യും, കടം വാങ്ങുന്നു. ഇത് റിപ്പീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രീഡം അല്ല. നമ്മൾ പണ്ട് ഈ പറഞ്ഞ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാലും ഇത് പഠിച്ചൊന്ന് പാസ്സായി നല്ല എത്തിക്കാൻ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാകും എന്ന് പലപ്പോഴും ടീച്ചർമാരായിട്ടാണ് നമ്മുടെ പാരൻസിനോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രീഡം ആണോ? ശരിക്കും ഇതൊരു പക്ക ഒരു സർവൈവലാണ്. നമ്മളൊരു സാലറി കിട്ടിയ ഫ്രീഡം, നമുക്ക് വേണ്ട ഫുഡ് വാങ്ങാം, നമുക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങാം, നമുക്ക് പൈസ നോക്കുക, ഇതൊക്കെ ചിലവ് മീൻസ് തൂത്തടിക്കുക എന്നുള്ളതല്ല, ബട്ട് അത്യാവശ്യം കാലത്ത് നമ്മുടെ നടന്നു പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുക എന്നുള്ളതല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്യൂർലി നമ്മൾ എന്ത് ചെയ്യണം, സർവൈവലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലൂപ്പിൽ നിന്ന് ചിലപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി വർഷങ്ങളെടുക്കും. കുറേ വർഷത്തെ ചിലപ്പോൾ 20-30 കൊല്ലമൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യും നമ്മൾ നല്ല പ്രായത്തുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക്. കാരണം നമ്മുടെ കോളേജിന് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഈ സ്കൂളിൻ്റെ കേസ് നമുക്ക് സിലബസ് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സിലബസിൽ നമുക്ക് ടാക്സ് എന്താണോ, ഇൻഫ്ലേഷൻ എന്താണോ, മണിയുടെ സൈക്കോളജി എന്താണോ, അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് എന്താണെന്നോ നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം ഈ ടാക്സ് എല്ലാ രാജ്യത്തും, ലോകത്തെ എല്ലാ രാജ്യത്തും ടാക്സ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, മണി മാനേജ്മെൻറ്റ് എന്താണെന്നും. കാരണം നമ്മൾ ഈ പറയുന്ന ജോലി എന്ന് പറയുന്ന സാധനം എല്ലാം ചെയ്യുന്നതിനാണ് പൈസ ഉണ്ടാകാൻ. ആ പൈസ വെച്ച് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടാകും. അപ്പം ആ ഒരു ഫ്രീഡം ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സാലറി കിട്ടുന്ന ജോബിനേക്കാളും പ്രാധാന്യം ആ കിട്ടുന്ന സാലറി ഇങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യില്ല, എഡ്യൂക്കേഷൻ സിലബസിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ബട്ട് ഫൈനാൻഷ്യലി ആരും അവെയർ ആയിരിക്കില്ല. ഇപ്പോൾ ബാങ്ക്സ് തന്നെ പലരും ഇപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് തന്നെ സേവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ ഒരു 20,000 സാലറിയിൽ 5,000 EMI 15,000 അല്ലെങ്കിൽ ഒരു 10,000 സേവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ സേവ് ചെയ്യുന്ന ആൾക്കാർ എവിടെ സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു പഴയ സിസ്റ്റം വെച്ചിട്ട് പല ആൾക്കാരും പറയും ബാങ്കിൽ ഒന്ന് നിക്ഷേപിച്ച് എഫ്ഡി ഇടാൻ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൈസ ഗ്രോ ചെയ്യും. നമുക്ക് വെറുതെ അവിടെ കിടക്കുക എന്നല്ലാണ്ട്, കാരണം ഇൻഫ്ലേഷനുണ്ട്, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സേവിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ബാങ്കുകാർ ഒരിക്കലും നമുക്ക് സേവിങ്സ് ഉണ്ടാക്കി തരാനല്ലായിരിക്കും നോക്കുന്നത്. അവർ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ലോൺ എടുപ്പിക്കാനായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് EMI. കാരണം ഒരു വർഷത്തിൽ കുറേ കാശ് കൂട്ടി വെച്ച് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മളെ എല്ലാ മാസവും EMI എടുത്ത് സാധനം വാങ്ങാനുള്ള സെറ്റപ്പിലായിട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു EMIയുടെ ഒരു സംഭവം. കാരണം നമ്മുടെ കയ്യിൽ കാശില്ലാന്നുണ്ടെങ്കിലും മാക്സിമം കാശ് തരാണ് ക്രെഡിറ്റ് കാർഡ്സ്. അതൊന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പല മിഡിൽ ക്ലാസ് ആളുകൾക്ക് വേണ്ടി പറ്റില്ല. കാരണം അവർക്ക് മണി മാനേജ്മെൻറ്റ് എന്താണോ അതൊന്നും അവർ പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ സാലറി അവർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കൊല്ലം ചിലപ്പോൾ ഒരു 10% ഇൻക്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15% ഈ പറഞ്ഞ റെൻറ്റ്, ഫുഡ്, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ പൈസ ഗ്രോ ചെയ്യണം. അതിൻ്റെ ഇപ്പോൾ ഇൻഫ്ലേഷൻ ആണ് ചിലപ്പോൾ 15% വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ 20% ഇതിന് പൈസ കൂടാണ്. അതിൻ്റെ ഇപ്പോൾ ഇൻഫ്ലേഷൻ, അപ്പോൾ ഇതൊക്കെ കൂടി എന്താണ് നടന്നു പോകുന്നത് കൊണ്ട് തന്നെ സർവൈവൽ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ
ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാനുള്ള, അത് ശരിക്കും ഒരു അഡ്വൈസ് വീഡിയോ അല്ല, ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. കാരണം സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസിനും എന്ത് ചെയ്യും, സ്ലോലി ചേഞ്ച് ആകാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു പ്രോബ്ലം മണിയല്ല, എങ്ങനെ മണി വർക്ക് ചെയ്യുന്നു, അതിൻ്റെ റൂൾസ്, അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവാത്തതാണ് മെയിൻ പ്രശ്നം. ഇനിയിപ്പോൾ സിസ്റ്റം മനസ്സിലായാൽ തന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും ഇപ്പോൾ ഇന്ന് സിസ്റ്റം മനസ്സിലായി നാളെ തന്നെ ചേഞ്ച് ആവില്ല. പക്ഷേ നമുക്കതിന് പുറത്ത് വരാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ, നമുക്ക് സിസ്റ്റം മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, തിങ്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ചിന്താഗതി മാറാൻ തുടങ്ങും. അവിടെ നിന്നാണ് നമ്മൾ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതുക്കെ പതുക്കെ ഈ പറയുന്ന നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, സർവൈവലും മാറി ഫ്രീഡത്തിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദിസ് മേഡ് യു തിങ്ക്, ഷെയർ ഇറ്റ്. ദിസ് ഈസ് നെഫ്രക്സ് സ്റ്റുഡിയോസ് സൈനിങ് ഓഫ്.